രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങിയെന്ന വാർത്ത വരുന്നത്. പോത്തുകലിൽ നിന്ന് പോയ 18 അംഗ സംഘമാണ് ഇപ്പോൾ വനത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിലാണ് ഈ സംഘം കുടുങ്ങിപ്പോയത്. അവർ കണ്ടെടുത്ത ഒരു മൃതദേഹവും അവരുടെ കയ്യിലുണ്ട്. ഈ പ്രദേശത്തെ കാട്ടാനശല്യം രൂക്ഷമാകുമെന്നും പറയുന്നു. സമീർ ബിൻ കരീം നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. സമീർ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? എസ്കേന പോത്തുക്കൽ മുണ്ടേരി ഭാഗത്ത് നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി വനത്തിൽ പോയ 18 അംഗ രക്ഷാപ്രവർത്തക സംഘമാണ് നിലവിൽ ഈ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപം കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ ERF എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ വളണ്ടിയേഴ്സും അതോടൊപ്പം തന്നെ 4 വെൽഫെയർ പാർട്ടി പ്രവർത്തകരുമാണ് ഈ സംഘത്തിൽ. അങ്ങനെ 18 പേരടങ്ങുന്ന സംഘമാണ് ഇവർ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇവർ വനത്തിലൂടെ സൂചിപ്പാറ വരെ തിരച്ചിൽ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ ഒരു സംഘം കൂടിയായിരുന്നു. അതിനിടയിലാണ് ഇവർക്ക് ഈ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇവർ ഈ മൃതദേഹം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഇവർക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. നിലവിൽ ഇനി ഇങ്ങോട്ടേക്ക്, അതായത് പോത്തുകൽ ഭാഗത്തേക്ക് ഇവരെ കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസമാണ്. കാരണം ദൂരം ഏറെയുണ്ട്, രാത്രി ഇരുട്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇനി ഇവർക്കൊപ്പം ഒരു മൃതദേഹമുണ്ട്. അതോടൊപ്പം തന്നെ കാട്ടാനശല്യം അതിരൂക്ഷമായ ഒരു ഏരിയ കൂടിയാണ് ഈ കാന്തൻപാറ വെള്ളച്ചാട്ടം എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൊബൈൽ ഫോൺ റേഞ്ചോ മറ്റു കാര്യങ്ങളോ ഈ ഭാഗത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്കി ടോക്കി വഴിയാണ് ഇത്തരത്തിൽ ഇതുവരെ ഇവരിൽ നിന്നും സന്ദേശങ്ങൾ ഈ പ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്.